പാതിവില തട്ടിപ്പ് കേസിൽ സ്പിയാർഡ്സ് ചെയർപേഴ്സൺ ഷീബ സുരേഷിനെയും ഭർത്താവ് സുരേഷിനെയും ഇ ഡി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. വിദേശത്തായിരുന്ന ഇരുവരെയും വിളിച്ചു വരുത്തിയാണ് ഇപ്പോൾ ഇ ഡിയുടെ ഈ നടപടി. NGO കോൺഫെഡറേഷൻ ബോർഡ് അംഗമായ ഷീബ സുരേഷ് കുമളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയാണ്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇ ഡി രണ്ടുപേരെയും ഷീബയും സുരേഷിനെയും ചോദ്യം ചെയ്യുന്നു. എന്തെങ്കിലും കൂടുതൽ നടപടിയിലേക്ക്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ നടപടിയിലേക്ക് പോകുമോ ഇ ഡി? എന്താണ് മറ്റു വിവരങ്ങൾ രാഹുൽ? വിജയകുമാർ, രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ഈ ഷീബയുടെ കുമളി 1-ാം മൈലുള്ള വീട്ടിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷീബയും ഭർത്താവും മകളുടെ ഒപ്പം വിദേശത്തായിരുന്നു. ആ സമയത്ത് ഇ ഡി ഇവരുടെ വീട്, ഈ കുമളി 1-ാം മൈലുള്ള വീട് പൊട്ടി സീൽ ചെയ്യുകയും ഈ അനുവാദമില്ലാതെ ഈ വീടിനകത്തേക്ക് പ്രവേശിക്കരുതെന്ന് കാട്ടി നോട്ടീസ് ഉൾപ്പെടെ പൊട്ടിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ കഴിഞ്ഞ ദിവസം ഇ ഡി വിളിപ്പിച്ചു വരുത്തുകയായിരുന്നു നാട്ടിലേക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനന്തു കൃഷ്ണനുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. സ്പിയാർഡ്സിന്റെ ചെയർപേഴ്സണാണ്, കോളപ്പുറയിൽ പ്രവർത്തിക്കുന്ന സ്പിയാർഡ്സിന്റെ ചെയർപേഴ്സൺ കൂടിയാണ്. മാത്രമല്ല NGO കോൺഫെഡറേഷന്റെ ബോർഡ് അംഗം കൂടിയായിട്ടുള്ള ഈ ഷീബയിൽ നിന്ന് കൂടുതൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവരെ പ്രതി ചേർത്തെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് ഇവരെ ഒഴിവാക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇ ഡി ഇവരെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 മണിക്കൂറായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുന്നു. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത ഇന്ന് കാണുന്നില്ല. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ഇന്നുണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള മറ്റ് നടപടികൾ ഉൾപ്പെടെ വ്യക്തമാക്കും ഇ ഡി എന്നുള്ളതാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഇടുക്കിയിൽ അനന്തകൃഷ്ണനാണ് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള NGOയുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചിരുന്നത്. അതല്ലാതെ കോട്ടയം, ആലപ്പുഴ, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളുടെ ചുമതല ഉണ്ടായിരുന്നത് ഷീബയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ഷീബയ്ക്കും പങ്കുണ്ട് എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് ഇ ഡി ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയം. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. കഴിഞ്ഞ 3-4 മണിക്കൂറായി ചോദ്യം ചെയ്യുകയാണ്. ആദ്യം വീട് പരിശോധന നടത്തി, അതിനുശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് ഇ ഡി കടന്നിട്ടുണ്ട്.